കൊണ്ടുപോ ചൂടേട്ട, എനിക്ക് പറ്റുന്നില്ല ചൂടേട്ട, പ്ലീസ്. മോളെ നീ ഇങ്ങനെ കരയില്ലേ, എനിക്ക് പേടിയാവുന്നു. നീ എന്താ നടന്നേന്ന് വെച്ചാൽ നീ ഒന്ന് തിരിച്ചു പറ. എന്താ കാര്യം? വിഷ്ണുവിന്റെ കല്യാണം മുടങ്ങി. വിഷ്ണുവിന്റെ കല്യാണം മുടങ്ങിയോ? എങ്ങനെ? എനിക്കറിയില്ല. ഇപ്പൊ അമ്മ പറയുന്നത് എനിക്ക് പനിയ ചൂടേട്ട, കൊണ്ടുപോ. മോളെ കരയാതെ. എന്താന്ന് വെച്ചാ പറ. നീ അത് കരച്ചില് നിർത്ത്. എന്താടാ അമ്മ എന്താ പറയണേ? അമ്മ എന്റെ വിഷ്ണുവിന്റെ കല്യാണം നടത്താൻ പോവാ. ഞാൻ പറഞ്ഞു നോക്കി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ചുണ്ടിട്ടത് പറ്റില്ല. നിന്റെ വിഷ്ണുവിന്റെ കല്യാണം പറ്റില്ല. നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കൂ. തുക്ക് മോളെ, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം. നിനക്ക് എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും നീ കല്യാണത്തിന് സമ്മതിക്കരുത്. നീ ഒന്ന് പിടിച്ചു നിൽക്ക്. ഞാൻ വരുന്നു, ഞാൻ ഇറങ്ങി. ഹലോ മായ, ഹലോ ചൂടേട്ട, ചൂടേട്ട കേൾക്കുന്നുണ്ടോ? ഹലോ. അമ്മയുടെ പൊന്നുമോക്ക് അമ്മയുടെ വക 1000 പിറന്നാൾ ആശംസ. എന്റെ മോള് എന്നും ഇതുവരെ സന്തോഷമായിട്ടിരിക്കട്ടെ. വിഷു മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റ് ഒന്നുമില്ല. ഉണ്ടല്ലോ. 진드기 나왔다, 진드기. 또 진드기 나왔다, 진드기. Love you so much, അമ്മ. മതി രാവിലെ പിന്നെ കൊഞ്ചണ്ട, പോയി കുളിച്ചു വാ, അമ്പലത്തിൽ പോവാം. വിഷ്ണു, ഇതാ ചായ കുടിക്കേ. നിനക്ക് ഇന്നത്തെ ദിവസം ഏതാണെന്നറിയോ? ഇന്ന് മായയുടെ പിറന്നാളാണ്. നീ അവളെയും കൂട്ടി അമ്പലത്തിലൊന്ന് പോണം. എനിക്ക് പറ്റില്ല. ഈ കാര്യത്തിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. മോളെ, നീ റെഡിയായോ? വാ. അമ്മ, ഞാൻ ഇറങ്ങി. നഗുമോ മോഗനലേ ನೀನಾಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋ ಮೂಗನಲೇ ನೀನಾಜಾಲಿ ತಿಳಿಸಿ ನನು ಬ್ರೋವಾರಾಧ ശ്രീ. എന്റെ ദൈവമേ, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. മായയുടെ അനുവാദം പോലും ചോദിക്കാതെയാണ് ഞാൻ അവളെ വിഷ്ണുവുമായി കല്യാണം നടത്തിയത്. അവരെ തന്നെ പിരിക്കില്ലേ. ഇനി അങ്ങോട്ടുള്ള ജീവിതം അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അവരനുഗ്രഹിക്കണേ ദൈവമേ. ഹാപ്പി ബർത്ത്ഡേ ടു യു മായ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ആദ്യം കേക്ക് വെട്ടി. നന്ദമോള് വാ. എവിടെ മായ? അവള് റൂമിൽ കാണും. മോൾ അങ്ങോട്ട് ചെല്ല്. ഹാപ്പി ബർത്ത്ഡേ മായക്കുട്ടി. നന്ദിജി, താങ്ക് യു സോ മച്ച്. അല്ല, അഭിയേട്ടൻ എവിടെ?
അഭി വിഷ്ണുവിന്റെ കൂടെ വരും. മോളെ നിന്ന് അഭി വന്നു, നീ അങ്ങോട്ട് ചെല്ല്. അല്ല, ബർത്ത്ഡേക്കാരി എവിടെ? ദാ വരുന്നു, അങ്ങോട്ട് നോക്ക്. ഹാപ്പി ബർത്ത്ഡേ മായ. താങ്ക് യു അഭിയേട്ടാ. ജോണേട്ടനല്ലേ? അമ്മ, ഞാൻ ഇപ്പൊ വരാം. അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ, ചോദിക്ക്. വേറൊന്നല്ല അമ്മ, മായ എങ്ങനെയാ ഇവിടെ വന്നത്? ഹലോ ജോണേട്ടാ. ഞാൻ നിന്റെ വീട്ടിന്റെ മുന്നിലുണ്ട്, ഇറങ്ങി വാ. ജോണേട്ടാ, എന്താ ഇത്? ഇവിടെ എല്ലാവരും ഉണ്ട്, ആരെങ്കിലും കണ്ട? ആരും കാണില്ല. എനിക്കൊരു 5 മിനിറ്റ് മതി. നിന്നെ കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. ജോണേട്ടാ, മായ, ഹാപ്പി ബർത്ത്ഡേടാ. മിസ് യു. എന്താ ഇത്? എന്റെ ബർത്ത്ഡേ കുട്ടി കരയുവാണ്. ഇന്നെത്ര താമസിച്ചാലും നിന്നെ കണ്ടേ പറ്റുള്ളൂന്ന് വാശിയുണ്ടായിരുന്നു. അത് വന്നത്. രാവിലെ കണ്ടപ്പോ നിന്നോട് മിണ്ടാൻ പറ്റിയില്ല. നിന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ലേ? ചില വെക്കോ, ഞാൻ നിന്നെ കണ്ടല്ലോ, അത് മതി. വെക്കോ. ജോണേട്ടനെ പൊയ്ക്കോ, ഇവിടെ അധിക സമയം നിൽക്കണ്ട. നീ ചെല്ല, നീ അകത്ത് കയറിയിട്ട് ഞാൻ പോണോളൂ. ചെല്ല. അമ്മ, അപ്പോ വിഷ്ണുവായിട്ടുള്ള കല്യാണത്തിന് മായ എതിർപ്പൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. വിഷ്ണുവിനെ പോലെ മായയ്ക്ക് കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. അന്നാൾ ഒരുപാട് എതിർത്തു. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നതാ. വിഷ്ണുവിന് അന്നൊന്നും മായയോട് ദേഷ്യം തന്നെയാണ്. അതെന്തെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഹലോ, എങ്ങോട്ട്? പൊന്നുമോൾ അവിടെ നിന്ന് നിൽക്ക്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പോ ഞാനൊന്നും തരാതിരിക്കുന്നത് മോശമല്ലേ? എങ്ങനെയുണ്ട് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? നിനക്കിഷ്ടായോ?